ഇവിടെ എങ്ങും ആരുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ? കടിയുണ്ടോ സാർ? കടിയുണ്ടോന്ന് നോക്കണം സാർ. കടിയുണ്ടോ? വെടിവെക്കാൻ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഏയ് വാടാ, വാ വാ വാ. അതിനവർക്ക് വെടിവെക്കാൻ പറ്റില്ലല്ലോ. ഏയ് അവിടെ വേറെ ആരുണ്ട്. ഷൂട്ട് ചെയ്യരുത്. ഇവിടെ ഇൻഫെക്റ്റ് ആയ ആരുമില്ല. പേടിക്കാതെ പുറത്തേക്ക് വരൂ. നിങ്ങൾ ഇവിടെ നിന്നോ. ഞാനിവിടെ ഒറ്റയ്ക്കല്ല, എന്റെ ചുറ്റിനൊരു പട്ടാളം തന്നെ ഉണ്ട്. രണ്ടുണ്ടേ ഉള്ളല്ലോ. എത്ര പേര് വന്നാലും ഷൂട്ട് ചെയ്യും ഞാൻ. നിന്നെ പോലെ തന്നെ. ഇന്ന് പുറകെ കൂടെ വന്ന് അടിച്ചത് ഇവൻ. ആരെയാ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി സ്വർണ്ണക്കട കൊള്ളടിക്കാൻ വന്നതല്ലേ? എനിക്കറിയാം. കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു ടീം വന്നത് ആപ്പിലായി. നിങ്ങളും കുടുങ്ങാൻ പോവാ. ഹലോ, നിനക്ക് പുറത്തെന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിയില്ലേ? ആളില്ലാത്ത കടയിൽ സെക്യൂരിറ്റി ആയി നിൽക്കുകയല്ലേ? ദേ നോക്ക്, നിനക്ക് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ശരിക്കും അറിയാവുന്നതല്ലേ? ആ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് സേഫ് ആയിട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളുടെ കള്ളത്തരത്തിൽ എന്നെ കൂട്ടുപിടിക്കാൻ നോക്കണ്ട. ചേട്ടാ, ഞങ്ങളെ കണ്ടിട്ട് കള്ളന്മാരായി തോന്നുന്നുണ്ടോ? പോലീസിനൊരു മര്യാദ പോലും തരുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അവനൊന്ന് ആലോചിക്കട്ടെ. നീ പോയി നോക്കിട്ട് വാ. ഓക്കെ. ഹലോ മോഹൻ. മോഹൻ, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് മറുപടി പറ. എല്ലാരും ഒറ്റ കേട്ടായിട്ട് എന്തോ പ്ലാൻ ചെയ്യാ. ആരെയാ പറ്റിക്കാൻ? അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇവനെക്കാളും ബെറ്റർ ഞാൻ തന്നെയാ. വലിയ പുലിയായിട്ടാണല്ലോ പോയത്. ഇപ്പൊ പൂച്ചയെ പോലെ വരുന്നു. ക്ഷമിക്കണം സിസ്റ്റർ, സോറി. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം അങ്ങോട്ട് പോകാനൊരു വഴി പറഞ്ഞതാ. താഴെ നമ്മുടെ കമ്പനി വണ്ടിയുണ്ട്. വണ്ടി ഒന്നും വർക്കൗട്ട് ആവൂല. ഞങ്ങൾ വന്ന വണ്ടി എല്ലാവരും ചേർന്ന് നശിപ്പിച്ചതാ. അതെയോ? അപ്പം അതിന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? ആ വീരകഥയൊക്കെ നാളെ ജീവനുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞതാ. നമ്മുടെ കമ്പനി വണ്ടി എടുത്തിട്ട് ആക്സിഡന്റ് ഒന്ന് ചവിട്ടി ഒറ്റ കുതിപ്പിന് ഹോസ്പിറ്റലിൽ എത്താനേ. ഇവൻ വലിയ സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ? ഒറ്റ കുതിപ്പിന് അങ്ങ് പോവാൻ വേറെ വല്ല മാർഗം ഉണ്ടെങ്കിൽ പറ. വേറെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 300 കടകളുണ്ട്. അതിനുള്ളിൽ കയറി നോക്കിയാൽ എന്തെങ്കിലും ഐഡിയ കിട്ടും. Are you okay, doctor? Yeah, I am fine. എനിക്ക് ലേശമൊന്ന് വിശന്നപ്പോ
ഞാൻ അറിയാതെ ഒരു ലേസ് എടുത്തതാ. ഞാനും അറിയാതെ ഷൂട്ട് ചെയ്ത് പോയനെ. ഉം. ഇവനെ കൊണ്ട് തോറ്റു. ഡോക്ടർ, ഈ റോപ്പ് കൊണ്ട് ആ ബിൽഡിംഗിലേക്ക് പോകാൻ ശ്രമിക്കാം. ബട്ട് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അവിടെ ആളുണ്ട്. രേണുക, യെസ് ഡോക്ടർ. ഡോക്ടർ നവീൻ അവിടെയില്ലേ? അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ആ ആ വെള്ളടിക്കാരനായിരിക്കും വിളിക്കുന്നത്. അവനിപ്പോ കുടിച്ചു ബോധമില്ലാതെ കിടക്കായിരിക്കും. അദ്ദേഹത്തിന് പറ്റുന്ന ഹെൽപ്പ് ചെയ്യും. ഞാൻ സംസാരിച്ചോളാം. അളിയ, ഈ കയർ കൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു വഴി കണ്ടുപിടിക്കേ. അല്ലാണ്ട് ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് വല്ല കുഴി ചെന്നും ചാടണ്ട. ഹലോ രേണു, ആർ യു ഓൾ റൈറ്റ്? ആ നവീൻ, ഞങ്ങളിപ്പോ ഓപ്പോസിറ്റുള്ള മോള് വരെ വന്നു. വൈറസ് ബ്ലഡ് സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തോ? ആ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. രേണു, ആർ യു മാഡ്? നീ പുറത്ത് നോക്കിയില്ലേ? ഇറ്റ്സ് സോ റിസ്കി. ഇല്ല, ആദ്യം നീ ഹോസ്പിറ്റലിലെ ടെറസിലേക്ക് വാ. ഞങ്ങൾ ഇവിടുന്ന് ഒരു റോപ്പിൽ അങ്ങോട്ട്. വെറുതെ ഭ്രാന്ത് പറയാതെ രേണു. പുറത്ത് വരാന്ന് പറഞ്ഞാൽ വളരെ റിസ്കാ. റിസ്ക് ആണ് നവീൻ, ബട്ട് ഈ സിറ്റുവേഷനിൽ ഒരു വലിയ ഹെൽപ്പ് ആയിരിക്കും. നിന്റെ അച്ഛന്റെ പാർട്ടി പ്രവർത്തകരെ വിളിക്കാൻ നോക്ക്. അല്ലാതെ പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരാ. എടാ, സംഗതി കൊള്ളാ എന്ന് തോന്നേ. ഒന്ന് സങ്കടം കാണിച്ചേക്ക്. ശരി നവീൻ, ഓക്കെ. ഞാൻ വേറെ വഴി നോക്കിക്കോളാം. പ്ലീസ് ബി സേഫ്. ലവ് യു രേണു. എടാ, ഡോക്ടർക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത പോലുണ്ട്. നീ ഒരു വൃത്തികെട്ട കൈക്കൂലിക്കാരൻ ട്രാഫിക് പോലീസാ. അദ്ദേഹം ഒരു ഡോക്ടറാ. നിനക്ക് വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ല. അവനോടുള്ള ദേഷ്യം ഇവിടെ തീർത്തതാ. ഡോക്ടറെ, അത് തുണി ഉണക്കാനിടുന്ന കയറാ. അത് വേസ്റ്റാ. വേദനിക്കുന്നു അങ്കിൾ, എനിക്ക് വേദനിക്കുന്നു. വിദ്യ, വേണ്ട മോളെ, അങ്ങോട്ട് പോലെ. എന്തായി? വിദ്യയുടെ ബ്ലഡില് ഈ വൈറസ് നല്ലോണം കൂടുതലുണ്ട്. 90% കൂടുതൽ ഇൻഫെക്റ്റഡ് ആണ്. ഈ പ്രായത്തിൽ ഇത്രയും ധൈര്യമായിട്ടിരിക്കുന്നത് അപൂർവമാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മരുന്നും ഇപ്പൊ നിനക്ക് ഉപകാരമാവില്ല. ഐ എം സോറി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താന്ന് പറ. എൻ്റെ ഏട്ടൻ്റെ പേഴ്സിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോയുണ്ട്. ഏട്ടൻ അവളെ ഇഷ്ടാ. അവരുടെ കല്യാണം നടത്തി കൊടുക്കോ? തീർച്ചയായിട്ടും ചെയ്യാം. താങ്ക്സ് ഏട്ടാ. എനിക്ക് അസുഖം കൂടുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യും. മോൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. യു ക്യാൻ ഗോ. പോകാൻ പറഞ്ഞില്ലേ?